അവർക്കറിയുന്ന പണി അവരെടുക്കട്ടെ, നമുക്ക് നമ്മുടെ പണി കൊടുക്കാം. ഏറെ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ് JSK അഥവാ ജാനകി വി വേഴ്സസ് കേരള സ്റ്റേറ്റ്. മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി, ഒപ്പം അഷ്കർ അലി, മാധവ് സുരേഷ് ഗോപി, ശ്രുതി രാമചന്ദ്രൻ, ദിവ്യ പിള്ളൈ, ബൈജു സന്തോഷ്, ജയൻ ചേർത്തല, ജോയി മാത്യു തുടങ്ങി സീനിയർ താരങ്ങളും പുതിയ താരങ്ങളും ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളും എല്ലാം ഉൾപ്പെടെ ഒരു വമ്പൻ സിനിമ തന്നെയാണ് JSK. പ്രവീൺ നാരായണൻ സംവിധാനവും രചനയും നിർവഹിച്ച ഒരു കോർട്ട് റൂം ഡ്രാമ ത്രില്ലർ ചിത്രമാണ് JSK. രണദീപ് ഛായാഗ്രഹണവും ജിബ്രാൻ പശ്ചാത്തല സംഗീതവും ഗിരീഷ് നാരായണൻ ഗാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. ചിത്രത്തിന്റെ പോസിറ്റീവ് വശങ്ങളിലേക്ക് നോക്കിയാൽ ആദ്യം പോസിറ്റീവായിട്ട് തോന്നിയത് സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി തന്നെയാണ്. സുരേഷ് ഗോപിയുടെ സ്ഥിരം ശൈലിയിലുള്ള സ്വാഗും ആക്ഷൻ സീക്വൻസുകളും ഡയലോഗ് ഡെലിവറിയും ഒക്കെ മാസ് ആൻഡ് ക്ലാസ് ആയിരുന്നു. എങ്കിലും സുരേഷ് ഗോപിയുടെ ഡേവിഡ് ആബേൽ ഡൊണാവൻ എന്ന മാസ് വക്കീൽ കഥാപാത്രത്തിനെ അല്പം കൂടി വർക്കൌട്ട് ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടി രസകരമാക്കാമായിരുന്നു എന്നും തോന്നിപ്പോയി. സുരേഷ് ഗോപി കഴിഞ്ഞാൽ ചിത്രത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നൽകിയിരിക്കുന്നത് അനുപമ പരമേശ്വരനാണ്. ഏറെ നാളുകൾക്ക് ശേഷം കിടിലൻ അഭിനയ മുഹൂർത്തങ്ങളാണ് അനുപമ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരാളാണ് ശ്രുതി രാമചന്ദ്രൻ. അവരുടെ കഥാപാത്രത്തിന്റെ ചില ഫിസിക്കൽ ചലഞ്ചസ് പോലും അവർ മനോഹരമായി ഒബ്സർവ് ചെയ്തിട്ടാണ് ആ കഥാപാത്രത്തിനെ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ സീനിലും മൈന്യൂട്ട് ആയിട്ടുള്ള ചില നടപ്പുകൾ പോലും നന്നായിട്ട് തന്നെയാണ് ശ്രുതി രാമചന്ദ്രൻ നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അഷ്കർ അലി, ബൈജു സന്തോഷ് ഇവരുടെ പെർഫോമൻസും നന്നായി തോന്നി. ജിബ്രാന്റെ പശ്ചാത്തല സംഗീതവും കിടിലമായിരുന്നു. എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രഫി എന്നിവയും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തു. പക്ഷേ രണ്ട് കാര്യങ്ങൾ അല്പം നെഗറ്റീവായിട്ട് തോന്നി. അത് പറയാതെ വയ്യ. ഒന്ന്, ചിത്രത്തിന്റെ തിരക്കഥയിൽ ഉടനീളം മുളച്ചു നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ. ഇത് നിലനിൽക്കുന്നതായിട്ട് നന്നായിട്ട് പലയിടത്തും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം റീസെന്റ് നമ്മൾ പല ചാനൽസിലും കണ്ട സുരേഷ് ഗോപിയുടെ ഉൾപ്പെടെയുള്ള ചില ക്ലിപ്സിലൊക്കെ നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ജനഗണമനയിലൊക്കെ ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നത് പോലെ ഇവിടെയും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പക്ഷത്തേക്ക് തിരക്കഥ ചാഞ്ഞു കിടക്കുന്നതിന്റെ ഒരു കല്ലുകടി നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പോട്ടെ എന്ന് വെക്കാം അടുത്തയാളുടെ എൻട്രിയോടെ. കാരണം മാധവ് സുരേഷ് ഗോപി, പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ, അവന്റെയൊക്കെ ഒരാവശ്യമില്ല ഈ സിനിമയിൽ. കഥാപാത്രത്തിനെ മാധവ് സുരേഷ് ഗോപി അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത് അസഹനീയമെന്നല്ലാതെ ഒന്നും പറയാനില്ല. നെപ്പോട്ടിസത്തിന്റെ കോമഡി മുഖമെന്ന് പറഞ്ഞു പോകേണ്ടി വരും മാധവ് സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഡെലിവറിയും പെർഫോമൻസും ഒക്കെ കാണുമ്പോൾ. ഞാൻ ഈ പറഞ്ഞതിനെ വിമർശിക്കും മുൻപേ പടം കണ്ടിട്ട് കമന്റ് ഇടണമെന്ന് മാത്രം മുൻകൂർ പറയുന്നു. കാരണം സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ അമ്മാതിരി കോമഡിയായിരുന്നു അദ്ദേഹത്തിന്റെ പെർഫോമൻസ്. തിയേറ്ററിൽ ആളുകൾ കൂവുകയും ചിരിക്കുകയുമായിരുന്നു. ഇന്റർവ്യൂവിലൊക്കെ വന്നിരുന്ന തగ్గടിക്കുന്നതിന്റെ പകുതി എഫേർട്ട് അഭിനയിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കൂവൽ കിട്ടില്ലായിരുന്നു. സമയം കിട്ടുമ്പോൾ അച്ഛന്റെ പഴയ പടമൊക്കെ എടുത്ത് വെച്ച് അഭിനയം പഠിച്ചില്ലെങ്കിൽ ഈ നെപ്പോട്ടിസം കൊണ്ടൊന്നും മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മാത്രം പറയുന്നു. കൂടുതലൊന്നും പറയാനില്ല. മലയാളത്തിലെ പല നടന്മാരുടെയും മക്കൾ ഒരുപാട് നല്ല അഭിനേതാക്കളായി വന്ന് നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ കോമഡി പീസായി പോകരുതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഇനി ബാക്ക് ടു JSK വന്നാൽ ഒരു വൺ ടൈം തിയേറ്റർ വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നല്ല രീതിയിൽ പല സീക്വൻസുകളിലും ആക്ഷനും അതുപോലെ തന്നെ കോർട്ട് റൂമിലെ സീൻസും ഒക്കെ വളരെ നന്നായിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഡെലിവറിയും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ശക്തമായ പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ആ അവതരിപ്പിച്ച ശൈലിക്കിടയിൽ ആവശ്യമില്ലാത്ത കുറെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കുത്തിക്കയറ്റി. പിന്നെ സെൻസർ ബോർഡിന്റെ വിവാദം, അതൊക്കെ വെറും പ്രൊമോഷണൽ സ്ട്രാറ്റജി ആയിട്ട് മാത്രമാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാരണം ജാനകി എന്ന പേരിന് ഒരു തരത്തിലുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മാത്രം ഉപയോഗിച്ചതായിട്ടാണ് ആ ഒരു വിവാദത്തെ പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കണ്ടാസ്വദിക്കുക. പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായ JSK തൊട്ടടുത്ത തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നു. പടം കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ റിവ്യൂസിനും വിശേഷങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ടാസ്ക്സ്.